അവനെ കൊണ്ട് ഞാൻ 2 ഇടി വെച്ച് കൊടുത്തിരുന്നെങ്കിൽ സഭാരിച്ചു കൊണ്ട് പച്ച പോലെ പറയിച്ചു. അങ്ങനെ ഒരുമാതിരിപ്പെട്ട ആണുങ്ങളെ ഒന്നും അവളങ്ങനെ ഒരു വലയത്തിനും വീണ ആളല്ല അവള്. അച്ഛൻ്റെ അടിയന്തരത്തിൻ്റെ അന്ന് സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്നു. എന്നാലും അവളുടെ ഇഷ്ടമായിരുന്നു ബാംഗ്ലൂർ പോകണം, അത് വേണം, കൊച്ചിലെ സ്കൂട്ടി മേടിച്ച് അവളെ കല്യാണം കഴിക്കേണ്ടതായിരുന്നൊക്കെ പറയാമല്ലോ. അങ്ങനെയാണ് പെട്ടെന്ന് മരിച്ചു പോയി. ബസ്സിലൊക്കെ പുള്ളി വരും, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കാണും, കണ്ടിട്ടുണ്ട്. അപ്പം ഇടപ്പള്ളിയിൽ ഈ സ്ഥലം മേടിച്ചു വന്ന് ഞങ്ങൾക്കറിയാൻ മേല, ഞങ്ങൾക്ക് കോണ്ടാക്ട് ഇല്ല. അതുപോലെയാണ് ഞങ്ങളുടെ ബന്ധുക്കളോടോ അല്ലെങ്കിൽ നാട്ടുകാരോട് ചോദിച്ചു നോക്കൂ, വിട്ടുകൊടുക്കുമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങിങ്ങോട്ട് പോകുന്നു. കണ്ണനും ബിന്ദുവിനും ഭയങ്കര വിഷമമായിപ്പോയി ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്, നിരാശരായിട്ട് ആ വീട്ടിൽ നിന്ന്. എല്ലാവർക്കും സങ്കടമുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാ, മറക്കാകാലോ നിർത്തിയില്ല. ഒരിക്കലെങ്കിലും അവൾ മരിച്ചു പോയെന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അവൾ അവിടെയെങ്കിലും ചെന്നായിരുന്നു. ചേട്ടാ നമസ്കാരം. ചേട്ടൻ്റെ പേര്? മഹാദേവൻ. ബിന്ദു പത്മനാഭന്റെ അച്ഛൻ്റെ അനന്തരവൻ. അതായത് പെങ്ങടെ പത്മനാഭ പിള്ള എന്ന് പറയുന്ന ആളിന്റെ ഏറെ മൊത്തം എന്ന് പറഞ്ഞ ആളിന്റെ മകനാണ് ഞാൻ. പത്മനാഭൻ സാറിന്റെ പെങ്ങടം. ആയിരിക്കുന്ന ഫോട്ടോയാണ് പത്മനാഭൻ. എക്സൈസിൽ ഫോട്ടോ ഇല്ലേ, അതാണ് പുള്ളിയുടെ ഫോട്ടോ. അതാണ് പുള്ളിയുടെ ഫോട്ടോ. ഈ ഒരു വാർത്ത വന്നപ്പോൾ എന്താണ് ഇങ്ങനെ ഇത്രയും സമയമായിട്ടും പുള്ളിക്കായ ബിന്ദു പത്മനാഭനെ കാണാതിരുന്നിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അനക്കം ഉണ്ടായില്ലല്ലോ? ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് തന്നെയല്ല, ഒരു വർഷങ്ങളായിട്ട് ഇതിങ്ങനെ പലരും ഞങ്ങളെ വന്ന് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഇവിടെ വന്നിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളുടെ കുടുംബക്കാർ. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ചേച്ചിമാരൊക്കെ മരിച്ചു, അമ്മ മരിച്ചു ഈ സമയത്തൊക്കെ. പിന്നെ യാതൊരു അനക്കവും ഇല്ല. ഞങ്ങൾ ഈ പ്രവീൺ എന്ന് പറഞ്ഞ ബിന്ദുവിൻ്റെ ആങ്ങളയില്ലേ, ഇവിടെ പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിൽ എന്നെ കൊണ്ടുപോയി. പിന്നെ അവിടെയൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ചേർത്ത് DSP ഓഫീസിൽ ഞങ്ങളെയൊക്കെ വിളിച്ചു സംസാരിച്ചു. പിന്നെ യാതൊരു അനക്കവും ഇന്നുവരെ കേട്ടിട്ടില്ല. പിന്നെ വല്ലപ്പോഴും ഒരു വാർത്ത വരും, അല്ലാതെ ഒന്നും ഒരു വാർത്ത ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങൾ എവിടെ അന്വേഷിക്കാനാ? ഒന്നും ഇട്ടില്ല. ഈ ബിന്ദു എങ്ങനെ ഒറ്റപ്പെട്ട ജീവിതം എങ്ങനെ ആയിപ്പോയത്? അതിന്റെ ഒറ്റപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ ആദ്യം അമ്മ മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അച്ഛൻ മരിച്ചു. അമ്മ ക്യാൻസറായിട്ട് മരിച്ചു. അമ്മ ക്യാൻസറായിട്ട്. അമ്മ കുറേ നാൾ ആശുപത്രി കിടന്നായിരുന്നു. അമ്മ ഇതുപോലെ ഒരു പിന്നെ നല്ല ഒരു ഇതായിരുന്നു, ഒറ്റയ്ക്ക് അമ്മയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അമ്മാവൻ പിന്നെ പെൻഷനായി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീട് കൊണ്ടുപോകുന്ന അമ്മയായിരുന്നു അതോ വണ്ടിയെ ഡ്രൈവ് ചെയ്യുന്നതാണോ? വണ്ടിയൊക്കെ ഓടിക്കുന്ന അമ്മായി ആയിരുന്നു. അമ്മായി വണ്ടി ഓടിച്ചു? അമ്മാവൻ ഓടിക്കല അറിയാമായിരിക്കും, എക്സസൈസ് ആയതുകൊണ്ട് അറിയണമല്ലോ അത്രയൊക്കെ. പിന്നെ ഈ ഞങ്ങളൊക്കെ ആയിട്ടൊന്നും അമ്മാവന് ഈ പെങ്ങന്മാരുമായിട്ടൊന്നും അത്ര ഇതൊന്നും ഇല്ലായിരുന്നു അമ്മാവൻ. അതായത് അമ്മായി ഈ നിങ്ങളുമായിട്ടൊന്നും സഹകരിക്കുന്നതിന് താല്പര്യപ്പെടുന്നില്ല. പിന്നെ കല്യാണത്തിന്, എൻ്റെ കല്യാണത്തിനുണ്ടായിരുന്നു, എല്ലാവരും കല്യാണത്തിന് സഹകരിച്ചിട്ടുണ്ട്. പിന്നെ അന്നേരം അമ്മായി നല്ല സഹകരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയൊന്നും ഇഷ്ടമല്ല അങ്ങനെ അമ്മാവൻ ഇങ്ങനെ വരുന്നത് ഒന്നും. അതായത് അമ്മായിക്ക് ഇഷ്ടമല്ല? അമ്മായിക്ക് ഇഷ്ടമല്ലായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കല്യാണം കഴിച്ച കാലം തൊട്ട് അങ്ങനെയായിരുന്നു. നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നത് ഞാനൊക്കെ കണ്ട ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കല്യാണം കഴിക്കുന്നത് അമ്മാവൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ തന്നെ ഒരു അമ്മായി ആലപ്പുഴയിലൊരു നല്ല സമ്പന്ന കുടുംബത്തെ, ശീമാട്ടിയുടെയൊക്കെ അപ്പുറത്താണ്, പമ്പിൻ്റെയൊക്കെ അപ്പുറത്ത്. പിന്നെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ 2 പ്രാവശ്യം. പിന്നെ കണ്ണനെയും പിന്നെ അന്വേഷിച്ചില്ല, ഈ പോലീസും വന്നില്ല, ഒന്നും വന്നില്ല. എല്ലാം മറഞ്ഞു പോയെന്ന് എവിടെ ഉണ്ടെന്നോ ഒന്നും അറിയാൻ പറ്റും. ഈ വീട് വിറ്റിട്ട് പോലും നിങ്ങൾ ആരും അറിഞ്ഞില്ല? വീട് വിറ്റതൊക്കെ അറിഞ്ഞു. പിന്നെ അതിനകത്തറിയാവോ, പിന്നെ 2003 എൻ്റെ അച്ഛൻ മരിച്ചു. അപ്പം 2003 പിന്നെ നവംബർ 29-ാം തീയതി അച്ഛൻ മരിച്ചു. അന്നേരം ഒന്നും ഇവളിവിടെ ഇല്ല. അത് കഴിഞ്ഞ് ഒക്കെ ഇതൊക്കെ സാധനമൊക്കെ ഓരോരുത്തർക്കും മറ്റേ ഒരു അമ്മാവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ കണ്ണനൊരു സോൾവൻസി കൊടുത്ത് ഇതൊക്കെ ജപ്തിക്കുമ്പോഴത്തേക്കും അമ്മാവൻ പിരിഞ്ഞ കാശ് കൊണ്ട് ഇതെല്ലാം പുള്ളി ഒഴിപ്പിച്ചു. അത് എന്നോടൊരു ദിവസം പറഞ്ഞതാണ്. കാരണം ഞാൻ വീട് ഒഴിപ്പിച്ച്, കുറേ സ്ഥലം ഒഴിപ്പിച്ച്, ആ കാറും കൂടി ജപ്തിന്ന് ഒഴിപ്പിച്ചു. എന്നിട്ടത് ബിന്ദുവിൻ്റെ പേര് കൊടുത്തെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ പറയാം, ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു പുള്ളിയെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2003 അച്ഛൻ്റെ അടിയന്തരത്തിൻ്റെ അന്ന് സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്നു ബിന്ദു. അങ്ങനെയാണ് അവസാനമായിട്ട് ഞങ്ങൾ കാണുന്നത്. അമ്മയുണ്ട്, എൻ്റെ അമ്മ 2016 മരിച്ചത്, 2003. അന്നേരമൊക്കെ ഈ ഇടപാട് നടന്നു കാണുമെന്ന് വിചാരിക്കും. അന്നേരമൊക്കെ രാത്രിയൊക്കെ അസ്വസ്ഥമായിട്ട് ഫോൺ ചെയ്യലാണ്. ഈ പത്മനാഭൻ സാർ അന്ന് ഞങ്ങളുടെ പഴയ വീടായി, എൻ്റെ ഇളയമാൻ താമസിക്കുന്ന അടുത്തൊരു പഴയ വീടായിരുന്നു.
അവിടെ ആയിരുന്നു ഇവിടെ. അച്ഛൻ മരിച്ചപ്പോൾ അച്ഛൻ മരിച്ചതെന്നാ എന്നാ അറിഞ്ഞു കാണും അവള്. അപ്പോൾ ഈ അല്ലാത്ത ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇല്ല. എൻ്റെ അമ്മയുണ്ട്, അമ്മയുടെ നേരെ മൂത്തവരുണ്ട്, അതിൻ്റെ മൂത്തവരുണ്ട്, മറ്റു മക്കളൊക്കെ ഉള്ളപ്പോൾ അവർക്ക് ഒന്ന് ഈ അമ്മാവൻ മരിച്ചപ്പോഴും അമ്മായി മരിച്ചപ്പോഴും ഞങ്ങളാ എല്ലാം ചെയ്തത്. പ്രവീണില്ലേ ഇവിടെ, പ്രവീൺ ഇറ്റലിയിലാണ്. എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാനും എൻ്റെ വല്യമ്മയുടെ മക്കളും നരേന്ദ്രനും മറ്റേ അവരെല്ലാവരുമാണ്. ഞാനാണ് അമ്മാവൻ മരിച്ചപ്പം കർണം ചെയ്തത്. അതായത് പരമനാഭൻ സാർ മരിച്ചപ്പോൾ അതായത് നമ്മുടെ സ്വന്തം അച്ഛൻ മരിച്ചപ്പോൾ ഈ പുള്ളിക്ക് ബിന്ദു വന്നായിരുന്നു. ബിന്ദു അടിയന്തരത്തിൻ്റെ അന്ന് വന്നു. അപ്പം അത് അമ്മ പറഞ്ഞു അവൾ അറിഞ്ഞു കാണുമായിരിക്കും. അവൾക്ക് വരാനൊരു മടി കൊണ്ടായിരിക്കും. അടിയന്തരത്തിൻ്റെ അന്നാ വന്നത് രാത്രി. അപ്പം ഒത്തിരി പേർക്ക് 2-3 ദിവസം കിടന്നവൾ. അല്ല പുറത്തൊക്കെ ഫോൺ ചെയ്യാനെ കണ്ടായിരുന്നു. നമ്മളത് ശ്രദ്ധിക്കാൻ. നമ്മുടെ വീട്ടിൽ 2 ദിവസം എത്ര ദിവസം താമസിച്ചു? 2 ദിവസം താമസിച്ചാ. പിന്നെ കണ്ടിട്ട് ഞാൻ സത്യം എന്നായിരിക്കും കണ്ടത് ലാസ്റ്റ് കണ്ടത്? ഈ അച്ഛൻ്റെ അച്ഛൻ മരിക്കുന്നത് നവംബർ 29, 12 അടിയന്തരം. അപ്പോൾ ഡിസംബർ ഒരു 6-7 തീയതി അവൾ ആ അടിയന്തരത്തിൻ്റെ അന്ന് വൈകുന്നേരം ഒരു. ഏത് വർഷം? 2003 അന്നാണ് ലാസ്റ്റ് കാണുന്നത്. അന്നാണ് ലാസ്റ്റ് കാണുന്നത്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ടും കണ്ടതായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. ഇവിടെ വന്ന ഈ അവിടെ വന്ന ഈ വസ്തു ഇടപാടിനും അത് കഴിഞ്ഞിട്ട് കുറച്ച് വസ്തു അതിൻ്റെ തെക്കോർത്തുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു കാണുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നണത്. ഈ വിൽപ്പനയുടെ സമയത്തൊന്നും നിങ്ങളുമായിട്ട് ആരുമായിട്ട് ബന്ധമില്ല. അങ്ങനത്തെ ബന്ധമാണല്ലോ. അപ്പൊ ഈ അനിയനും പറഞ്ഞില്ല അങ്ങനെ. അനിയനും അങ്ങനെ. ഈ മോക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഈ പറഞ്ഞ പത്മനാഭൻ സാർ കൊടുത്തിട്ടുണ്ടോ? ഈ ഇങ്ങനെ അതോ അവിടെ വീട്ടില് ഈ പറഞ്ഞ ശ്രീകണ്ഠ ഭരണമായിരുന്നു നമ്മൾ? അല്ല, അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തായിട്ട് എനിക്ക് തോന്നണില്ല. എന്നാലും അവളുടെ ഇഷ്ടമായിരുന്നു ബാംഗ്ലൂർ പോകണം, അത് വേണം, കൊച്ചിലെ സ്കൂട്ടി മേടിച്ചു കൊടുത്തു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം പിന്നീട് അമ്മാവനൊരിക്കൽ പിന്നെ പറഞ്ഞെന്ന് ഒരു ദിവസം ഇവിടെ ഈ അമ്മായി മരിച്ചു കഴിഞ്ഞിട്ട് എല്ലാ വീട്ടിലും വരാൻ തുടങ്ങി പുള്ളി. ഒരു റേഡിയോ ആയിട്ട് അമ്മയുടെ നേരെ മൂത്ത വീട്ടിൽ വരും. അമ്മയായിരുന്നു അമ്മാവന് ഇഷ്ടം ഏറ്റവും കൂടുതൽ. അമ്മയുടെ ഏരിയയിലതല്ലേ. അങ്ങനെ ഒരു റേഡിയോ ആയിട്ട് അവളെ കല്യാണം കഴിക്കേണ്ടതായിരുന്നൊക്കെ പറയാമല്ലോ. അത് പക്ഷെ നടന്നില്ല. അങ്ങനെയാണ് പെട്ടെന്ന് മരിച്ചുപോയി പുള്ളി. അല്ലെ പുള്ളി കല്യാണം കഴിച്ചു അറ്റാക്ക് പോലെയായിരുന്നു. അപ്പൊ വീടുമായിട്ട് അപ്പൊ പുള്ളിക്ക് സമ്പർക്കമൊന്നുമില്ലായിരുന്നു ഈ ബിന്ദു പത്മനാഭനുമായിട്ടൊന്നും? അവിടെ അല്ലേ, അവിടെ സർവന്റ് ഉണ്ടായിരുന്നു. അപ്പം താമസിച്ച വീട്ടിലല്ലേ നമ്മുടെ പെങ്ങളുടെ? അല്ലല്ല, അവിടെ അമ്മാവൻ മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ പോയി കിടക്കും. സമയം പോകാനായിട്ട് ഇവിടെ വരുമെന്നേ ഉള്ളൂ. തത്ത ചേച്ചിയുടെ വീട്ടിൽ വരും. അതായത് എൻ്റെ വല്യമ്മയുടെ മകളുടെ വീട്ടിൽ വരും. ഇവിടെ വരും, കുറേ ഒരു അരമണിക്കൂർ ഇവിടെ ഇരിക്കും. അപ്പോൾ അമ്മ പറയും ഒരു കാപ്പി എടുത്തിട്ട് കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് ഈ 2003 ഈ പറഞ്ഞ അച്ഛൻ മരിച്ചതിൻ്റെ അടിത്തറ കഴിഞ്ഞിട്ട് ഞാൻ അവളെ കണ്ടിട്ടില്ല. അവളുണ്ടായിരിക്കും ഈ സഭാഷനൊക്കെ ആയിട്ട് വസ്തു ഇടപാടക്കം നടത്തി. ഈ ഒരു ആ പിടിക്കപ്പറമ്പ് എന്ന് പറഞ്ഞാൽ അവൾ താമസിച്ചിരുന്ന സ്ഥലമില്ലേ, അത് വിറ്റ് ഒരു SIക്കൊക്കെ ഈ താമസം കഴിഞ്ഞാണ് ഞങ്ങൾ അറിയണത്. നമ്മളൊക്കെ അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ അവൾ പറയുകയല്ല. പിന്നെ അവനിവിടെ ഇല്ലാതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ അപ്പുറത്തൊരു 2 കൊങ്ങണിമാർക്ക് കൊടുത്ത വസ്തു ഉണ്ടായിരുന്നു. അതും പ്രമാണം ചെയ്യാൻ നേരത്തൊക്കെ വന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ക്രൈംബ്രാഞ്ച് വരുന്നത് ഈ പിന്നെ കണ്ണം കൊണ്ട കേസ് കൊടുത്ത പിന്നെ 2015-16 അത് കഴിഞ്ഞിട്ടും വന്നത്. സതീഷ് പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. സതീഷിന്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ടൂറിസ്റ്റ് ഹോമിൽ ലോഡ്ജൊക്കെ ഉള്ള ഒരു സതീഷിന്റെ ഒരു പ്രസ്താവന. ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങളുടെ എല്ലാവരും ഞങ്ങൾ കണ്ടിരിക്കുന്ന ഈ അച്ഛൻ മരിച്ച അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നത്. പിന്നെ അതിലൊക്കെ പോകണത് കണ്ടു കാണും ആളുകളെ. അതാ അവിടെ ചെന്നിട്ട് അമ്മാവൻ്റെ ഇട്ടിരിക്കുന്ന റോഡാ അത്. അതൊക്കെ ജപ്തി ചെയ്തെന്ന് തോന്നുന്നു. അതൊക്കെ മേടിച്ച് സ്ഥലം മേടിച്ച് അമ്മാവൻ മേടിച്ച വല്ല കാറിലൊക്കെ പോവുമായിരിക്കും. പിന്നെ കണ്ടിട്ടേ ഇല്ല. ഞാനെന്നാൽ KSRTCയിലായിരുന്നു. ഞാൻ പിന്നെ സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഈ ബിന്ദുവിനെ കണ്ടിട്ടേ. ബിന്ദു എവിടെയാ ഇവിടെ പഠിച്ചതൊക്കെ? ബിന്ദു പഠിച്ചത് ഇവിടെ സെൻറ്റ് മൈക്കിൾസിൽ പ്രീ ഡിഗ്രിയാണത്. പിന്നെ എറണാകുളത്തായിരുന്നു. പിന്നെ ബാംഗ്ലൂരിലാണ് MBA ഒക്കെ എടുത്തത്. അത് കഴിഞ്ഞ് മുംബൈ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അമ്മയ്ക്ക് കൂടുതലായി. അമ്മ മരിച്ച് മുംബൈയിൽ നിന്നാണെന്നാണ് വരുന്നത്. അത് ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത്. ബാംഗ്ലൂരിൽ നിന്നായിരുന്നു. ഇവിടെ വരുന്നത് കാത്ത് അമ്മയുടെ ബോഡി ഞങ്ങൾ ഈ അർത്തിങ്ക മറ്റേ ആശുപത്രിയിൽ വച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ. കണ്ണന് വരാൻ പറ്റിയില്ലല്ലോ. ഞങ്ങൾ ഇവിടെ വച്ചിട്ട് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇവള് ബാംഗ്ലൂരായിരുന്നു അന്ന്.
അല്ല ഈ എങ്ങനെ നിങ്ങളോട്ടൊക്കെ എങ്ങനെ ചെറുപ്പത്തിൽ നല്ല ഇടപെടലായിരുന്നു അതോ ഒറ്റപ്പെട്ട ഒരു ഇതുപോലെ തന്നെ ഞാൻ പറയണേ അങ്ങേര് അമ്മാവൻ പിന്നെ പരപ്പനങ്ങാടിയിലായിരുന്നു അന്നേരം ഇവള് ജനിക്കണം 71 72 എക്സൈസിലായിരുന്നു. അപ്പം ഇവരൊക്കെ ഫാമിലി ആയിട്ടായിരുന്നു. ഈ ബിന്ദു ജനിക്കുന്ന 71 എനിക്ക് തോന്നുന്നു. അപ്പം അന്നേരം എൻ്റെ അമ്മയുടെ അമ്മ, അതായത് പുള്ളിയുടെ അമ്മ ഇല്ലേ, അപ്പോൾ ഇവർ ഫാമിലി ആയിട്ട് അവിടെ ആയിരിക്കും. ഇവിടെ അന്നേരം വീട് ഈ എക്സ്റ്റൻഷനും ചെയ്ത് വലുതാക്കിയിട്ടില്ല, ഈ ഇപ്പോൾ വിറ്റ വീടില്ലേ. അന്നേരം അമ്മമ്മ നമ്മുടെ ഒരു സർപ്പക്കാവും കുടുംബവും ഒക്കെ ഉണ്ട്. അവിടെയാണ് അമ്മമ്മ, എൻ്റെ അമ്മയുടെ അമ്മ, പുള്ളിയുടെ അമ്മ. പുള്ളി രാത്രി വന്നാണെങ്കിൽ അമ്മമ്മയുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കും, എന്തെങ്കിലും മതി പുള്ളിക്ക്. അന്ന് ഇവർ വരികയില്ല, പുള്ളി മാത്രം വന്നിട്ട് കിടന്നിട്ട് പിറ്റേ ദിവസം പോകും, അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം പോവുകയും ചെയ്യും. നിങ്ങളിപ്പോൾ ആ വീടുമായിട്ട് കൂടുതൽ അടുപ്പമൊന്നുമില്ല? ഇല്ല, അങ്ങനെ അടുപ്പമില്ല. ഞങ്ങൾ എന്തിനാ ഞങ്ങളുടെ അമ്മായിക്കൊന്നും ഇഷ്ടമല്ല. പിന്നെ പുള്ളിക്കൊരു സ്നേഹം ഉള്ളിലുണ്ടായിരുന്നായിരിക്കും. അല്ല ഈ അമ്മായിക്ക് ഇഷ്ടമില്ലെന്ന് പറയാൻ കാരണം അമ്മായിക്കിടെ, അതായത് അമ്മായി എന്നാ പറയുക, സാമ്പത്തികത്തിന്റെ വിഷയമാണോ അതോ അമ്മയുടെ സ്വഭാവം അതാണോ? അമ്മായിക്ക് സ്വഭാവം അതാണെന്ന് എനിക്ക് തോന്നണം. അതായത് അമ്മമാരൊക്കെ അടുപ്പിച്ച് കഴിഞ്ഞാൽ വരുമല്ലേ. എന്നാൽ മൂത്ത പെങ്ങളുണ്ടായിരുന്നു അമ്മാവന്, എൻ്റെ അമ്മയുടെ മൂത്ത ചേച്ചി. അവർക്ക് മക്കളൊന്നുമില്ലായിരുന്നു. അവരോട് വലിയ കാര്യമായിരുന്നു അമ്മായിക്ക്. അമ്മാവനും അവരോട് ഭയങ്കര കാര്യമായിരുന്നു. ബാക്കിയൊന്നും മക്കളുള്ള ആൾക്കാരോട് താല്പര്യമില്ലായിരുന്നു. മക്കളുള്ള എന്തെങ്കിലും കൊണ്ടുപോകുമോ അല്ലെങ്കിൽ ധനമോഹം ഉണ്ടായിരുന്നു. ധനമോഹമായിരുന്നായിരിക്കും. ഈ സബാഷിനെ എപ്പോഴും കണ്ടുണ്ടോ? ഈ സബാഷ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് പ്രാവശ്യം അത് ഈ ബസ്സിലൊക്കെ പുള്ളി വരും. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കാണും, കണ്ടിട്ടുണ്ട്. ഇതിലെ അങ്ങ് പോണത് കണ്ടിട്ടുണ്ട്. നമ്മുടെ അനിയൻ ബസ്സിലായിരുന്നു, പ്രൈവറ്റ് ബസ്സിലായിരുന്നു. പ്രൈവറ്റ് ബസ്സിൻ്റെ ടിക്കറ്റ് വന്ന് മേടിക്കുന്ന പുള്ളി അങ്ങനത്തെ ഒരാളായിരുന്നു. ബസ് കച്ചവടം ഒക്കെ ആണെന്ന് അനിയനെന്ന് കുറേ നാൾ ഇതായിട്ട് പോയപ്പോഴത്തേക്ക് അവനൊക്കെ ആയിട്ട് നല്ല കമ്പനിയായിരുന്നു. പിന്നെ അവൻ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ കയ്യിലായിപ്പോയി ആ വിറ്റ ഇതൊക്കെ. ബാക്കിയൊക്കെ ഈ എടപ്പള്ളിയിലും ഇങ്ങേര് എടപ്പള്ളി ടോളിലായിരുന്നു പെൻഷനായത്. എടപ്പള്ളി ടോളിൻ്റെ ഇവിടെ ആയിരുന്നു ഇവരുടെ ഓഫീസ്. അങ്ങനെ കമ്മീഷണറിൻ്റെ ഒക്കെ പറ്റാകാൻ പോയതാണ്, അസിസ്റ്റൻറ്റ് കമ്മീഷണർ. അന്നേരത്തേക്കും പെൻഷൻ 55 പൈസ പെൻഷനാണ്. ഞാനന്ന് ആലുവ ജോലിയുള്ളപ്പോഴത്തേക്കും ഞാൻ കാറിൽ ഇവിടെ കാർ കൊണ്ട് നിർത്തും. ബാടെ പോകാൻ ഞാൻ പറയും, എനിക്കത്ര പിന്നെ നേരത്തെ പോകേണ്ട അമ്മാവാ, പപ്പമ്മാമ ഞങ്ങൾ ചോദിക്കണം. പപ്പമ്മാമൻ കയറുന്നേ എന്ന് പറയും, കയറും. സ്നേഹമൊക്കെ അന്നേരമുണ്ട്. അപ്പം ഞാൻ പറയും എനിക്ക് വണ്ടിക്കൂലിയൊന്നും കൊടുക്കണ്ട, ഇവർ ഒറ്റ പിന്നെ എന്നാൽ ഏതെങ്കിലും ഫാസ്റ്റിന് കയറിപ്പോയി ഡ്യൂട്ടിക്ക് അത്ര നേരത്തെ അവിടെ പോയി കിടക്കേണ്ട കാര്യമില്ല. ആലുവ ഒന്നരാടം ഇവിടെ കാർ നിർത്തി എന്നെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ഓഫീസൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എടപ്പള്ളി ടോളിൽ നിന്ന് ബസ് കയറി ആലുവ പോയി ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ എടപ്പള്ളിയിൽ ഈ സ്ഥലം മേടിച്ചു വന്ന് ഞങ്ങൾക്കറിയാൻ മേല. ഞങ്ങൾക്കറിയാവുന്ന ഈ അങ്ങേരെ അമ്മയുടെ എല്ലാവർക്കും കുടുംബവീതം കിട്ടി. അതാണത്. പിന്നീടാണ് എക്സ്റ്റൻഷൻ ചെയ്തത്. ഇത് കുടുംബവീതമാണോ ഇത് അതോ അമ്മയുടെ? അത് അമ്മമ്മയുടെ കുടുംബവീതമാണ്. എസ് ഐ താമസിക്കുന്നത് ഞങ്ങളുടെ അമ്മയുടെ കുടുംബവീതമാണ് ഇത്. അങ്ങനെ എല്ലാവർക്കും അപ്പം മരിച്ചപ്പം പാർട്ടീഷൻ ചെയ്തതാണ് എല്ലാവർക്കും കിട്ടിയത്. അമ്മാവൻ പിന്നെ മേടിച്ചു കുറേ, അതൊന്നും ഞങ്ങൾക്കറിയാൻ പറ്റും. നമ്മൾ പോണ ആ വീട്ടിലേക്ക് അതൊക്കെ മേടിച്ചതാണ്. അതൊക്കെ ഇപ്പോൾ ലേലത്തിൽ പോയി കിഴക്കോർത്ത് മേടിച്ചു, അതും ഇത് കിടക്കുക. കുറേ സ്ഥലം മേടിച്ചിട്ടുണ്ട്. ഈ എടപ്പള്ളിയിലും പിന്നെ പാലാരിവട്ടത്തും ഒക്കെ ഒന്ന് മേടിച്ചതും ഞങ്ങൾക്കറിയാം. ഇതുപോലെ ഞങ്ങൾക്ക് കോണ്ടാക്റ്റ് ഇല്ല. അതുപോലെയാണ് ഞങ്ങളുടെ ബന്ധുക്കളോടോ അല്ലെങ്കിൽ നാട്ടുകാരോട് ചോദിച്ചു നോക്കൂ, ഒന്നും അടുപ്പിക്കുക പോലും ഇല്ല. ഇതുപോലെ ഞാനൊരു മാക്ഡബിളിൽ ഒരിക്കൽ ഒരു മാക്ഡബിലൊരു അമ്മാവൻ അന്ന് ഒരു കടലാസ് എഴുതി തന്നാൽ മതി ഒക്കെ പറഞ്ഞു എൻ്റെ അമ്മയും കൂടി എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങിങ്ങോട്ട് പോകുന്നു. അങ്ങനത്തെ ഒരു അമ്മായി അമ്മയും കൂടെ എന്തോ ഉടക്കി. ഇപ്പോൾ എല്ലാവരും കൂടെ വന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോഴും മറക്കാൻ പറ്റിയത്. അതായത് നിങ്ങൾ കണ്ണനും ബിന്ദുവിനും ഭയങ്കര വിഷമമായിപ്പോയി ഞങ്ങൾ ഇറങ്ങിപ്പോന്നു നിരാശരായിട്ട് ആ വീട്ടിൽ നിന്ന്. അന്ന് പഴയ വീടാണ്. അങ്ങനത്തെ ഒരാളിൻ്റെ ഇവിടെ പിന്നെ നമ്മൾ എങ്ങനെ പുള്ളി കൂടുതലും ഈ പടിഞ്ഞാറ് മക്കളില്ലാത്തവരുടെ കൂടെയായിരുന്നു. അവരാണ് വളർത്തിയത് ഇങ്ങനെ. ഇവരുമായിട്ട് ഇങ്ങനെ അമ്മയുടെ സ്ഥാനം. അപ്പം അതിനകത്ത് പ്രായമുണ്ട്. ഏറ്റവും മൂത്ത അമ്മയുടെ ചേച്ചി അവിടെയാണ് വളർത്തിയത്. പുള്ളി പിന്നെ വളരെ കൊച്ചിലെ തന്നെ ജോലി കിട്ടി. മഹാരാജസില പ്രീ യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഭയങ്കര മാർക്കായിരുന്നു പുള്ളിക്ക്. ഡിഗ്രി മാത്തമാറ്റിക്സ് ആയിരുന്നു. അപ്പോൾ ഒരിക്കൽ എനിക്ക് ഫിസിക്സിൻ്റെ റെക്കോർഡ്, കെമിസ്ട്രിയുടെ ഒക്കെ റെക്കോർഡൊക്കെ തന്നിട്ടുണ്ട്. അന്ന് 1 ഇയർ ആയിരുന്നു പ്രീ യൂണിവേഴ്സിറ്റി.
വേറെ ഹാൻഡ് റൈറ്റിങ്. ഈ പത്മനാഭൻ സാർ. ഓ, പത്മനാഭൻ അല്ലേ? പത്മനാഭൻ പിള്ള. ഈ പത്മനാഭ പിള്ള എന്ന അവളുടെ പേര്. ഈ ബിന്ദുവിന്റെ ഫാദർ. ഫാദറിൻ്റെ. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. ഭയങ്കര ഹാൻഡ് റൈറ്റിങ്. നല്ല ബ്രൈറ്റുമായിരുന്നു പഠിക്കാൻ. ഇവിടെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഇത് ഇങ്ങനെ പറ്റിയതെന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് പുള്ളി വിചാരിച്ച ഒരു ജോലി മേടിച്ചു തരാൻ ഈസി ആയിട്ട് പറ്റുമായിരുന്നു. അന്ന് ബാംഗ്ലൂരിലൊക്കെ നടന്നില്ല. അപ്പം അതിനൊക്കെ തടസ്സം അവിടെ. ഒരിക്കൽ നമ്മുടെ ഈ ശശികുമാർ എന്ന് പറഞ്ഞ അനിയനില്ലേ, അവനൊരിക്കൽ ഈ മാവേലിക്കരയിലൊരു ഫൈനാൻസ് ഉണ്ടായിരുന്നില്ല, എന്ത് ജോസ് പൊട്ടിപ്പൊളിഞ്ഞ്, അവനൊരു അവിടെ ഒരു സ്ഥാനത്ത് പുള്ളി അന്ന് ചങ്ങനാശ്ശേരിയിലൊക്കെ ഇരിക്കുക. പുള്ളി അന്ന് അവിടെ ഭയങ്കര പിടിപാടായി വ്യവസായികളും അങ്ങനെയുള്ളവരായിട്ട് മേടിച്ചു കൊടുത്തത്. അത് പിന്നെ പൊളിഞ്ഞു പോയി. അങ്ങാണ്ട് ആദ്യം പൊളിയണ ബാങ്ക് അതാണ്, സ്വകാര്യ ബാങ്ക്. പേര് ഞാൻ പറയണം, ജോസ്കോയ. പിന്നെ അത്രയേ ഉള്ളൂ, നമ്മൾ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈ എക്സൈസിൽ വർക്ക് ചെയ്യുന്ന ഈ പുള്ളിക്കാരൻ മദ്യപാനം ഉണ്ടായിരുന്നു നന്നായിട്ട്? അതോ കഴിയുകയില്ല, ബീഡി വലിക്കും. അത് അമ്മായി കാണാതെ. ഈ ചാരായ ബിസിനസ്സിലേക്കൊക്കെ മോഹൻ പോകാൻ കാരണം പ്രവീണ? അത് ഞങ്ങളൊക്കെ അറിയണ പിന്നീട് ഇങ്ങനെ ബിസിനസ്സിൽ പോയി പൊളിഞ്ഞതൊക്കെ. ബിസിനസ് കൊല കച്ചവടം ഇങ്ങനെ ഈ പച്ചക്കറി കച്ചവടമൊക്കെ ഉണ്ടെന്നറിയാം. ഇങ്ങനെ ഈ അബ്കാരി ബിസിനസ്സിലേക്ക് പോയത് അറിയാൻ മേല. തടി ലേലം, ഈ ഉപ്പ്, ഇങ്ങനെയൊക്കെ. അവരുടെയൊക്കെ എന്തോ സ്വത്ത് സോൾവൻസി ആയിട്ട് കൊടുത്തു. അതൊക്കെ ജപ്തിയുടെ വക്കലെത്തിയപ്പോഴത്തേക്കും അവരുടെയൊക്കെ ആണ്ട് പിന്നെ പറ്റ ജപ്തി ചെയ്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ അറിഞ്ഞു. ഭയങ്കര വിഷമത്തിലായി ആ പിള്ളേർക്ക്. ഇനി അവരുടെയൊക്കെ ആണ്ടോ അവരുടെ പെങ്ങളോ ആരാണ്ടൊക്കെ കട്ടിയാട്ടെന്നൊക്കെ പറഞ്ഞാൽ അവൾ ഒഴിപ്പിച്ചെടുത്തത് അതൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും നല്ല ഇതല്ല, നല്ല രീതിയിൽ ജീവിച്ച പ്രവീണ്. നല്ല അവിടുന്ന് കല്യാണം കഴിച്ച തൊടുപുഴ. അവരൊരു മൃഗ ഡോക്ടറായിരുന്നു അച്ഛൻ, അമ്മ തൊടുപുഴ ടീച്ചർ. അവരൊക്കെ ഇവിടെ അടുത്ത് തന്നെയുണ്ടോ? ഞങ്ങൾ ഈ അമ്മായി മരിച്ചപ്പോൾ അവരെ കണ്ടായിരുന്നു. പിന്നെ ഈ കണ്ണം വരുന്നത് എന്നെ കൊണ്ട് DSP ഓഫീസിൽ പോകാനാണ്. എന്നെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഒരു അന്വേഷണം. അവിടെ ചെന്നപ്പോൾ ചോദിച്ചു ഇതെല്ലാം കാര്യങ്ങളൊക്കെ ബന്ധുവിനെ കണ്ടിട്ടുണ്ടോ അതെല്ലാം ചോദിച്ചു. ആദ്യമൊന്നും അങ്ങനെ ചോദിച്ചില്ല, ആ ക്ലർക്കാ ചോദിച്ചു ഞങ്ങളോട്. അന്നേരമൊക്കെ എന്തോ അവിടെയൊക്കെ കുഴപ്പം തോന്നി എനിക്ക്. ആർക്കെങ്കിലും ഒരു സാറുണ്ടായിരുന്നു, ജോസ്, നല്ല പൊക്കവും തടിയാ. ഒരു ദിവസം ഞാനിവിടെ നിൽക്കണണ്ട് വെറുതെ കയറി വന്നതാണ്. ആ ചേട്ടാ ഇവിടെ നിൽക്കണ, എന്നെ ഇപ്പം വേറെ ഒരു ചെന്നൈയിലേക്ക് വിട്ടിരിക്കുകയാണ് ആ സംഘത്തിൽ. അവനെ കൊണ്ട് ഞാൻ 2 ഇടി വെച്ച് കൊടുത്തിരുന്നെങ്കിൽ സഭാരിനെ പച്ച പോലെ പറയിച്ചു. പുള്ളി ഇത്ര കണ്ട് പുള്ളി ഞാൻ ഒരു മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് നടക്കില്ല. കാരണം എന്നറിയാം, അമ്മാവൻ മരിക്കണ കർമ്മം ചെയ്തത് ഞാനാണ്. അവളാണ് പിന്നെ അവളുടെ അച്ഛൻ പെണ്ണുങ്ങൾ ബലിയിടണ സ്ഥലത്ത് ചെയ്ത്. അതൊക്കെ വളരെ ക്ലീനായിട്ടാണ് ചെയ്തത്. വളരെ ഭക്തിയോടും വളരെ ഇതോടും കൂടി അതൊക്കെ കൊടുത്ത് വളരെ ഒരു കേരളീയ വേഷത്തിലാണ്. അതൊന്നും അല്ലായിരുന്നു, നല്ല ഇതായിട്ടാണ് അവൾ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കർമ്മമെല്ലാം കഴിഞ്ഞ് 12 ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് അമ്മയോട് അപ്പച്ചി ഇവിടെ നിൽക്കണം കേട്ടോ. അങ്ങനെ അവ എന്ത് സ്നേഹമായിരുന്നു. അപ്പച്ചനും ആണെന്ന് എൻ്റെ അച്ഛനും ഉണ്ട്. അപ്പോൾ അവിടെ നിൽക്കണം, അപ്പച്ചി ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് പിന്നെ ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് പറ്റില്ല അവളുടെ കൂടെ നിൽക്കാൻ. അല്ലേ, അവളുടെ സ്വഭാവം എനിക്കിഷ്ടപ്പെടുന്നു. അമ്മ ഞാൻ പോകണം, ഇവിടെ തിരക്ക് വന്നായിരുന്നു. അപ്പച്ചി അച്ഛനും പറഞ്ഞു ഇങ്ങോട്ട് പോകുന്നു, ഞാൻ വെറുതെ കൈയോടെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു. ഒരു കാര്യത്തിന് പോയിട്ടില്ല ഞങ്ങൾ. അല്ല, നിങ്ങളൊക്കെ ഈ അകറ്റി നിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മാനസികമായിട്ടൊരു വിഷമം ഉണ്ടായിട്ടില്ല? കുഞ്ഞുനാളിലെ ഒരു സംഭവങ്ങൾ ഉണ്ട്. പിന്നെ അമ്മാവെന്ന് പറഞ്ഞാൽ ആ ഒരു വിഷുക്ക് നീട്ടമൊക്കെ തരണ ആകപ്പാടെ ഒരു അമ്മാവനല്ലേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും മരിച്ചു പോയില്ലേ. പെങ്ങന്മാരോട് ഈ മൂത്ത വലിയച്ചോട്, ഏറ്റവും മൂത്ത അമ്മയുടെ മൂത്ത ചേച്ചിയോട് മാത്രമേ, അമ്മായിക്ക് അവരോട് മാത്രമേ സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോകും, അവർ പറയണതേ കേൾക്കുള്ളൂ. പിന്നെ എൻ്റെ കല്യാണത്തിനും ചേട്ടന്മാരുടെ കല്യാണത്തിനും ഈ നമ്മുടെ ശശിയുടെ മാറിൻ്റെ മാവേലിക്കര കല്യാണത്തിനും എല്ലാം സജീവമായിട്ട് പങ്കെടുത്തു. അമ്മാവൻ കാറൊക്കെ ഇട്ട് തന്നത് പുള്ളിയാണ്. അമ്മായി വന്നായിരുന്നു? അന്ന് അമ്മായിയും വന്നായിരുന്നു. ഇതുണ്ട് ഞങ്ങളുടെ കല്യാണം കുറിയാണിത്. അമ്മാവനായ ഈ ബിന്ദുവിൻ്റെ ഫാദർ പത്മനാഭൻ സാറാണ് ഇത് ഒപ്പിട്ട് വാങ്ങി. പത്മനാഭൻ സാർ ഒപ്പിട്ട കുറിയാണ് അല്ലേ? ഒപ്പാണ് ഈ കാണുന്നത് അല്ലേ? ഈ എടപ്പള്ളിയിലൊക്കെ വസ്തു പുള്ളിയുടെ കള്ളൊപ്പിട്ടാണ് മേടിച്ചെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ ഒഴിക്കാൻ ഇല്ലേ? അന്നേരം
നമ്മുടെ ചേലങ്ങാട്ട സാജു പുള്ളി മീഡിയ. അപ്പോൾ അവൻ ചോദിച്ചു മാധവൻ ചേട്ടനിലൊക്കെ വല്ല അമ്മാവൻ്റെ ഒപ്പുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഇരുന്നതാണ് ഞാനിത് സൂക്ഷിച്ചു വെച്ചത്. അപ്പോൾ ഇത് കുറേ നാൾ മുമ്പ് ഇല്ല അമ്മൊന്നുമില്ല പിന്നെ ഇല്ല. ആ എടപ്പള്ളിയിലെ സ്ഥലം ഈ പത്മനാഭൻ സാറിന്റെ കള്ളൊപ്പിട്ടാണ് മേടിച്ചതെന്നാണ് പറഞ്ഞ. അപ്പം അതിനൊരു തെളിവായിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചിരുന്നു. സാജു എൻ്റെ അടുത്ത് ചോദിച്ചു അമ്മാവൻ്റെ ഒപ്പ് വല്ലയിടത്തും കിട്ടാനുണ്ടോ എന്ന്. അവരുടെ റെക്കോർഡൊക്കെ കാണും. അങ്ങനെ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ നമ്മളെ കല്യാണക്കുറി കുറേ നാളായി ഇതെടുത്ത് വെച്ചിട്ട് എൻ്റെ പ്രഹ്ലാദിന്റെ പരുവം കണ്ട. അപ്പൊ ഇത് വർഷത്തെ പഴക്കമുണ്ടല്ലോ. പിന്നെ 85-ലല്ലേ? 85-ലല്ലേ? ഇപ്പൊ 2025 40 വർഷത്തിന് മുമ്പുള്ള ഒപ്പാണ് അല്ലേ? ഇപ്പൊ ആളിവിടെ ഇല്ലതാണ്. ആളുമില്ലാതെ അപ്പൊ ഈ ഒപ്പിനൊരു വില വന്നിരിക്കുക. ഇപ്പൊ എന്തായാലും ഒരു ഒപ്പിന് വിലയുണ്ട്. സെബാസ്റ്റിനുമായിട്ടുള്ള ബന്ധത്തെ പറ്റി എങ്ങനെ ബിന്ദു അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വരുന്നതിനെ പറ്റി എന്താ? അങ്ങനെ ഒരുമാതിരിപ്പെട്ട ആണുങ്ങളെ ഒന്നും അവളങ്ങനെ ഒരു വലയത്തിലും വീണ ആളല്ല അവള്. പിന്നെ അവളെ പറ്റിക്കാൻ നോക്കിക്കാണുമോ അല്ലെങ്കിൽ എങ്ങനെയാ ട്രാപ്പിൽ പെടുത്തിയെന്ന് ഇപ്പോൾ ഓരോരോ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് എങ്ങനെ പോയി അവളുടെ സ്വഭാവം എത്ര മാറി. അല്ലെങ്കിൽ ഞങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെട്ടില്ലല്ലോ. അത് 2016 വരെ ജീവിച്ചിരുന്ന അമ്മയെപ്പോലും ഒരിക്കൽപ്പോലും കാണാൻ വന്നിരുന്നല്ലോ എന്ന് ഓർക്കണം. അതാണ് ഞങ്ങൾ ഓർക്കുന്നത്. എല്ലാവർക്കും സങ്കടമുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാ, മറക്കാകാല നിർത്തിയില്ല. അല്ല, ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഈ തിരോധാനവുമായിട്ട് അന്വേഷണം വന്നപ്പോഴാണ് പല സ്ത്രീകളുടെയും തിരോധാനത്തെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ഇങ്ങനെ കൊള്ളില്ലാത്തവരാണെന്നൊക്കെ അങ്ങനെ പറയും. കാരണം ഒരാൾക്കൊരു അപജയം വന്നപ്പോൾ അമ്മാവൻ അതുപോലെ കത്തി നിന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മരിച്ചു, എല്ലാം പോയി, നഷ്ടപ്പെടുത്തി. ആ പെണ്ണുകാരനെന്ന് പറയുമ്പോഴത്തേക്കും അവളുടെ ദുർനടപ്പാണെന്നൊക്കെ പറയണം. അങ്ങനെ പറഞ്ഞതാണ്. അല്ലാതെ അവളെ ഒരു ദുർനടപ്പുകാരിയൊന്നും അല്ലായിരുന്നു. നല്ല കുട്ടിയായിരുന്നു അവളെ. ഞങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്നാലും എല്ലാം. ഈ പത്മനാഭൻ സാർ മരിക്കുമ്പോൾ ബിന്ദു അടുത്തില്ലായിരുന്നല്ലോ. ഇല്ലില്ല, അറ്റാക്ക് വന്ന് മരിക്കുമായിരുന്നല്ലോ. അപ്പൊ ഈ ഒരു വിഷമം പുള്ളിക്കാരിയെ കുറിച്ച് ഓർത്ത് എന്തെങ്കിലും വിഷമങ്ങളും പുള്ളിക്കാരൻ ഉണ്ടായിട്ട് തോന്നുന്നുണ്ടോ? അവർക്ക് അമ്മാവന്റെ ഇഷ്ടത്തിലല്ലേ അവക്കെല്ലാം കൊടുത്തത്. അല്ല, കല്യാണം നടന്നിട്ടില്ല. പുള്ളിക്കുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരിയായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നല്ലോ ഇവര് തമ്മില്. ഈ മരിക്കുന്ന സമയത്ത്, ഈ പത്മനാഭൻ സാർ മരിക്കുന്ന സമയത്ത് പുള്ളിയൊന്നും ബിന്ദുവിനെ വിളിക്കും. ബിന്ദുവിനെ വിളിക്കും പുള്ളി മരിച്ചു കഴിഞ്ഞ്. അല്ല, അവളന്നേരം ബാംഗ്ലൂരെങ്ങാണ്ട ബോംബെയിലെങ്ങാണ്ട പോയി ഈ ഇതൊക്കെ കഴിഞ്ഞ് ഈ ജപ്തിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കൂടി പുള്ളി അവളുടെ പേരിൽ എഴുതി വെച്ചു. പിന്നെ കാറൊക്കെ എഴുതി വെച്ചു. ഒരു മാരുതി ഉണ്ടായിരുന്നു. അതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞ് ഇങ്ങേറി പിന്നെ അവളുമായിട്ട് മിക്കവാറുമൊക്കെ ഫോണൊക്കെ ചെയ്യുമായിരുന്നു. മൊബൈലൊക്കെ ഉണ്ടായിരുന്നു അന്ന് അവൾക്ക്. മരിച്ച് ഈ പുള്ളിക്കാരി മരിച്ച ബിന്ദുവിന്റെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ഇവർ ഒന്നിച്ചാണോ താമസിച്ചത്? അതോ അവള് ബാംഗ്ലൂരിൽ നിന്ന് പോയപ്പോഴത്തേക്ക് ഒന്നിച്ച് താമസിച്ചത്? അതിനിടയ്ക്ക് പുള്ളിക്കാരൻ ഒരു സമയത്ത് ഇങ്ങോട്ട് മാറുകയില്ലേ? പെങ്ങടെ മോടെ ഇല്ലില്ല, അവിടെ പകല് വന്ന് കുറച്ച് നേരം ഇരിക്കുമെന്നുള്ളൂ, താമസിക്കുമെന്നുള്ളൂ. രാത്രി അവിടെ പോയി കിടക്കും അവളില്ലെങ്കിൽ. അവളെല്ലാം പുള്ളി അവിടുന്ന് കിടപ്പ് അവിടെ തന്നെയായിരുന്നു. ഇവിടുന്ന് വരെ ചായ, നമ്മുടെ അവിടുന്ന് ചായ ഊണുന്നു. ചിലപ്പം ഈ എൻ്റെ അമ്മയുടെ നേരെ മൂത്ത വീട്ടിൽ നിന്ന് ചിലപ്പോൾ കഴിക്കുമായിരുന്നു. പ്രവീണുമായിട്ട് ലോകത്തിലായിരുന്നു. ഈ പറഞ്ഞ ഒരുപാട് നഷ്ടങ്ങൾ ഈ അക്ബാരി ബിസിനസ്സിനകത്ത് ഇറങ്ങി അവസാനം പുള്ളിക്ക് ഒരുപാട് ഇങ്ങനെ നഷ്ടപ്പെടുത്തിയപ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു നാത്തൂനുമായിട്ടൊക്കെ എന്തോ കൊണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളോട് പറയല്ലോ ഒന്നും. അല്ലെങ്കിൽ ഇപ്പൊ പ്രവീൺ വരാതിരിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം ഇപ്പൊ എല്ലാം ഈ ബിന്ദുവിന്റെ പേരിലേക്ക് എഴുതി കൊടുത്തിരിക്കുന്നു. കാർ കൊടുത്തിരിക്കുന്നു, വീട് കൊടുത്തിരിക്കുന്നു, ഈ സ്വന്തം അച്ഛൻ കൊടുത്തിരിക്കുന്നു. അതും കൂടെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാ. എല്ലാം കൂടി ഒഴിപ്പിക്കാനുള്ള പൈസ ഇല്ലല്ലോ അങ്ങേര് പിരിഞ്ഞപ്പോൾ കിട്ടിയ ആ ഗ്രാറ്റുവിറ്റി മറ്റതെല്ലാം കൂടെയായിട്ടാണ് ഈ കാറും ആ വീടും അതിൻ്റെ അപ്പുറത്ത് പിന്നെ 2 വീട്ടുകാർക്കും കൊടുത്തതും ഒഴിപ്പിച്ചത്. വേറെ ബാക്കി കിഴക്കോർത്തത് പുള്ളിയുടെ അളിയനും കൂടി മേടിച്ചതാണ്. ആ ഒരു ഏക്കറോളം. അതിപ്പോഴും ഇങ്ങനെ കിടക്കുക. അപ്പോൾ അവർക്കുമൊക്കെ വലിയ വിഷമമായിപ്പോയി. ഇങ്ങനെ കത്തി നിന്നൊരു കുടുംബം. അയൽവക്കത്തുകാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ബിന്ദുവിനെ കുറിച്ചൊരു തെറ്റായ വാർത്ത പറയണത് എന്താണെന്ന് എനിക്കറിയാൻ വരാം. ഇവിടെ സ്കൂട്ടറിൽ കൊച്ചിലെ തന്നെ സ്കൂട്ടി അങ്ങനെ ഒരു സ്കൂട്ടറിൽ പോകുമായിരുന്നു. വേറെ ഒരു ചീത്ത സ്വഭാവം ഉള്ളതായിട്ട് നമുക്കറിയാൻ പറ്റും. ഈ ആങ്ങളെ നശിപ്പിക്കുന്നു, വസ്തുക്കൾ മുഴുവൻ നശിച്ചു പോകുന്നു. അവസാനം ബിന്ദുവിനെ ഏൽപ്പിച്ചാൽ സുരക്ഷിതമായിരിക്കും അച്ഛൻ കരുതി കാണണം. പക്ഷെ അതിന് മുമ്പ് പോയില്ല. അവസാനം ഇത് വേറെ വല്ലവരുടെ കയ്യിൽ ഈ സെബാസ്റ്റിനെ പോലുള്ളവരെല്ലാം അടിച്ചു കൊണ്ടുപോയി. ഇപ്പൊ ഈ രാത്രി കാലങ്ങളൊക്കെ ഈ സെബാസ്റ്റിനെ അവിടെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. വീട്ടില് ഉണ്ടായിരിക്കാം. പല സമയങ്ങളിൽ ഞങ്ങളൊന്നും പോകാറേ വീട്ടുകാരാ പറഞ്ഞു കേൾക്കാം.
കാരണം ആ സമയത്ത് ഒരു സ്ത്രീ തന്നെ താമസിക്കുന്ന വീട്ടിൽ അയാൾ ഒരു മിക്കവാറും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നെ അമ്മയും ഞങ്ങൾ ആരും ഒന്നും പോയിട്ടില്ല, എന്ത് നടക്കണമെന്ന് പോലും അറിയാല. അവിടെ കുറേ ഭയങ്കര ഫർണിച്ചറൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പിന്നെ അവസാനം ഇവള് പിന്നെ ഒരു ഈ സദ്യയുടെ ഈ ശർക്കര പെട്ടിയും കുറച്ച് ഉപ്പേരും കൊണ്ടിട്ട് ടിന്നി കൊടുത്ത് ഇത് കൊണ്ടുപോകും അപ്പച്ചെന്ന് പറഞ്ഞ് അതാണ് പിന്നെ അമ്മയും വേണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞെന്ന് എന്നോട് അത് കൊണ്ടുവന്നു. അമ്മ അത് ഗുരുവായൂർ കൊണ്ടുപോയത് ആ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് വന്നിട്ടാണ്. ഗുരുവായൂർ കൊണ്ടുപോയത് അമ്മ, എൻ്റെ അമ്മ അവളെ കൊണ്ടുപോയത്. ബിന്ദുവാണ് കൊണ്ടുപോയത്. കൂടെ പോയായിരുന്നു. അമ്മ കൂടെ അമ്മയെ കൊണ്ടുപോകും. അമ്മയ്ക്ക് ആഗ്രഹമായിരുന്നു അമ്മയെ കൊണ്ട്. ഈ ബിന്ദുവിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? ഈ ആൾക്കാരുമായിട്ടൊക്കെ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൾക്കാരൊക്കെ ആയിട്ട് നല്ല സ്നേഹമായിരുന്നു. ഒരുപാട് കൂട്ടുകാരികളുണ്ടായിരുന്നു. ഈ കണ്ണൻ്റെ ഒക്കെ കല്യാണത്തിന് തൊടുപുഴ ഞങ്ങൾ വിടുമ്പോൾ എന്തുമാത്രം കൂട്ടുകാരികളാണ് വന്നത്. എറണാകുളത്ത് പഠിച്ചുകൊണ്ട് വന്നത്, എറണാകുളത്ത് നിന്ന് പഠിക്കുകയായിരുന്നു. ഒരുപാട് കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു എടുത്തിയാട്ടി സംസാരമുണ്ട് പുള്ളിക്കാരത്തി, എങ്ങനെ അല്ലാതെ ഒരു പിന്നെ ഇതിൽ കൂട്ടുകൂടി ട്രാപ്പിലൊക്കെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങളതൊന്നും തിരക്കിയില്ല, നമുക്കതിൻ്റെ തിരക്കേണ്ട കാര്യമില്ല, എല്ലാം വിറ്റില്ല. അവിടെ ആ പേടിക്കപ്പറമ്പെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരും ഒരു വലിയ തറവാട് പോലത്തെ 4-8 കെട്ടങ്ങാണ്ടായിരുന്നു അത്. പിന്നെ അതൊരു പീഡിക്കപ്പറമ്പിൽ എന്ന് പറഞ്ഞൊരു കുടുംബത്തിൻ്റെ ആയിരുന്നു. അവരുടെ അമ്മാവന്മാരൊക്കെ കൂടി പരിച്ച് ജപ്തി വന്നപ്പോൾ എൻ്റെ അപ്പൂപ്പൻ അത് മേടിച്ചതാണ്, ചിട്ടി ലേലം ചെയ്ത്. അങ്ങനെയാണ് അതായത്. അപ്പൂപ്പന് നല്ല പൈസയായിരുന്നു, ഇഷ്ടംപോലെ ഭൂസ്വത്തൊക്കെ ഉണ്ടായിരുന്നു അമ്മാവൻ്റെ അച്ഛൻ. ഈ നായകാലത്ത് ഈ നഷ്ടപ്പെട്ട സ്വത്തൊക്കെ നിങ്ങളെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ അല്ലേ, അത് നിങ്ങൾക്കെങ്കിലും പ്രയോജനപ്പെട്ടാനേ. ഇതിപ്പോൾ ആർക്കും പ്രയോജനപ്പെടാത്ത രീതിയിലായിപ്പോയി. ജീവനുണ്ടോ നമുക്ക് പറയാനും പറ്റുന്നില്ല. ഒരു നല്ല മെഡിക്കായിരുന്നു കണ്ണനൊക്കെ ഒരു 5-10 വയസ്സ് വരെ ഈ അവിടെ വന്ന് വരയൊന്നും വലുതാക്കിയിട്ടില്ല. ഈ നമ്മുടെ അമ്മയുടെ അമ്മയുണ്ട്, അവിടെ വന്ന് കളിക്കുമ്പോൾ ഞങ്ങളന്ന് അനിയൻ താമസിക്കുന്നതിൻ്റെ പാടൊക്കെ പാടത്തിൻ്റെ അപ്പുറത്താണ് താമസിച്ചിട്ടുണ്ട്. അന്നേരം അവിടെയൊക്കെ വന്ന് കളിക്കുമായിരുന്നു കണ്ണനൊക്കെ. അന്നേരം അമ്മായിക്ക് അതൊന്നും ഇഷ്ടമല്ല. പിന്നെ അമ്മായി എല്ലാത്തിനുമൊക്കെ ഞങ്ങൾ ഫംഗ്ഷന് ഈ പെങ്ങന്മാരുടെ ഫംഗ്ഷനൊക്കെ വരും. ഇപ്പം ഞങ്ങളുടെ കുടുംബത്ത് അപ്പുറത്തൊരു സർപ്പക്കാവുണ്ട്, അവിടെ വല്ല പൂജയൊക്കെ നടക്കാൻ അമ്മാവൻ വരും. അമ്മായി പൂജയൊക്കെ കഴിക്കും, പക്ഷേ ഈ പ്രസാദമൊന്നും അമ്മായി കഴിക്കുകയില്ല. അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. അല്ല, പദാർത്ഥത്തിൻ്റെ ഇതില്ല, ആര് കൂടോത്രം കഴിക്കുകയില്ല. നല്ലൊരു ഭരണ ഇതായിരുന്നു. വനിതാ ഈ കടക്കരപ്പള്ളിയിലൊക്കെ വനിതാ സമാജത്തിൻ്റെയൊക്കെ മെയിൻ ആളായിരുന്നു. ഒരു സഹസൊക്കെ നടക്കണത് അമ്മാവനായിരുന്നു. ഗാനമേളയൊക്കെ വെച്ച് ഇവിടെ കണ്ണനൊക്കെ പാടും, ബിന്ദു പാടും. അതൊക്കെ ഇന്നും ഞാൻ ഓർക്കണം. ബിന്ദു ഒരു പാട്ടുകാരിയായിരുന്നു. അവിടെ പാടിയെന്ന് തോന്നുന്നു ആ അമ്പലത്തിൽ. കണ്ണൻ നന്നായിട്ട് പാടുമായിരുന്നു. കണ്ണനൊക്കെ കണക്കാ. എന്നാലും കണ്ണൻ്റെ കൂട്ടുകാരനൊക്കെ നല്ല തബലിസ്റ്റൊക്കെ ഉണ്ട് ഗോവയില്. ഇവിടെ എന്താ ഈ ആക്ഷൻ കൗൺസിൽ ഒരു ആക്ഷൻ കൗൺസിൽ ഇവിടെ ഇല്ല. ആരിരിക്കണമെന്ന് ആ കടക്കരപ്പള്ളിയിലൊക്കെ ആരെങ്കിലും ഉണ്ടായി, വേറെ വല്ലയിടത്തുമായിരുന്നു ഉണ്ടായേനെ. ഞങ്ങളെങ്ങനെ ബന്ധുക്കളാണെന്ന് പറഞ്ഞ് ഞങ്ങൾ സ്വത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ കാരണം ഞങ്ങളെങ്ങനെ പോകാനാ? കൊള്ളാം, അറിയാമല്ലോ, സാറിന് അറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങിയില്ല. അതെ, നിങ്ങളെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്തു. നിങ്ങൾ പിന്നെ ഇങ്ങോട്ട് മാമ മരിച്ചു കഴിഞ്ഞിട്ട് ഈ ഈ തറവാടൊക്കെ വിറ്റൊന്നും ഞങ്ങൾ അറിയണില്ല, ആരും അറിയണില്ല. വിറ്റ് കഴിഞ്ഞപ്പോഴാണ് അറിയണത്. ഇതിന് പിന്നിൽ ആരെങ്കിലും കാണുകയല്ലേ? ഈ വിൽപ്പനയ്ക്ക് ഈസി ആയിട്ട് വിൽക്കാനും ഒക്കെ, ആരുമായിട്ട് ബന്ധപ്പെടാതെ വിൽക്കാനും ഒക്കെ ഇതിന് ആരെങ്കിലും ഒക്കെ കാണുകയല്ലേ ഈ തറവാട് വിൽക്കാൻ? അതാണെന്ന് തോന്നുന്നു. ഈ സെബാസ്റ്റ്യനും വേറെ ആരാണ്ടൊക്കെ. സെബാസ്റ്റ്യൻ തന്നെയാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നില്ല, വേറെ ആരെങ്കിലും കാണാമെന്നല്ല ആളുകൾ പറഞ്ഞു. ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ അയലോക്കത്തുള്ള അവർ പറഞ്ഞില്ലേ, ഒരുപാട് ബഹളമൊക്കെ കേൾക്കാറുണ്ടെന്ന്. അതാ പറഞ്ഞില്ലേ, കിഴക്കോത്തെ രാഘവൻ്റെ വീട്ടുകാരോ അപ്പുറത്തെ കൃഷ്ണമ്മ ചേച്ചിയൊക്കെ പറഞ്ഞു കാണും. അവരൊക്കെയാണ് പറ്റുള്ളത്. പിന്നെ ഒക്കെ അകന്ന വീടാണ്, അവരൊന്നും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. കൊങ്ങണിമാരുടെ വീടൊക്കെ ഇല്ല, അപ്പുറത്ത് ഒരു ജോത്സ്യൻ്റെ വീടായിരുന്നു, അവരൊന്നും ശ്രദ്ധിക്കാറില്ല. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന ആളാണോ? ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന ആളായിരുന്നോ ബിന്ദു? ബിന്ദുവിന് അത്ര പാചകമൊന്നും അത്ര അറിയാൻ മേലായിരുന്നു. ഒരു സർവൻ്റ് ഉണ്ടായിരുന്നല്ലോ അവിടെ. അമ്മായിയുള്ള കാലത്തും സർവൻ്റ് ഉണ്ട്, എല്ലാം കുക്കൊക്കെ ഉണ്ട് അവിടെ. നിങ്ങളൊക്കെ ഇവിടുന്ന് പാലും കൊണ്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ
പാലത്തിനപ്പുറം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മാറ്റി നിർത്തി ഞങ്ങൾ. അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് പൈസ കൊണ്ടായിരുന്നപ്പോഴേ നിങ്ങൾ പാലും കൊണ്ടവിടെ ചെല്ലുമായിരുന്നു. അതൊന്നും ഇഷ്ടമല്ല അവർക്ക്. ഉടനെ അമ്മായി അപ്പുറത്തുനിന്ന് അക്കരയൊന്നും മേടിച്ചല്ല. അങ്ങനെ ഞങ്ങളും അങ്ങനെ വക വയ്ക്കുകയില്ല, അമ്മമാരും അങ്ങനെ വക വയ്ക്കുകയില്ല. അങ്ങോട്ടും വകവയ്ക്കൽ അമ്മമാരെ അപ്പം അമ്മാവൻ്റെ പെങ്ങന്മാരും അങ്ങനെ വക വയ്ക്കൊന്നുമില്ല. ഇപ്പോഴും ഉണ്ടെന്നാണോ വിശ്വസിക്കുന്നത്? എന്താണ് ആൾക്കാർ ഇല്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ടെങ്കിൽ ആ വേരുകൾ തേടി ഒരിക്കലെങ്കിലും ഞങ്ങളുടെ ഈ അപ്പച്ചിമാരുടെ മക്കളുടെ അടുത്തെങ്കിലും അവൾ വന്നേനെ. അല്ലെങ്കിൽ അവൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അമ്മയുടെ ചേച്ചി ഒരു മാവേലിക്കര എണ്ണക്കാടുണ്ടായിരുന്നു. ഒരു മിസ്സസായിട്ട് പെൻഷൻ ഏറ്റവും മൂത്ത ചേച്ചി, ആ ഒരു പേര് ഞാൻ പറഞ്ഞു. അവർ ഭയങ്കര കാര്യമായിരുന്നു. ഒരിക്കലെങ്കിലും അവൾ മരിച്ചുപോയെന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അവൾ അവിടെയെങ്കിലും ചെന്നായിരുന്നു. ചെന്നിട്ടില്ല. നല്ല ഞാൻ പേപ്പർ വായിച്ചത്. ഇതിലൂടെ ആരെയും വിളിച്ചിട്ടുമില്ല അല്ലേ? ഒരാളുടെ നമ്പർ ഇല്ലാത്തതാണോ അതോ മനഃപൂർവ്വം വിളിക്കാത്തത്? ഞങ്ങൾക്കൊന്നും അന്ന് മൊബൈലായിട്ടില്ല. അന്ന് അപൂർവം ആയിരുന്നു മൊബൈൽ. ലാൻഡ് ഫോണും ഒന്നും ഇല്ലായിരുന്നു. ഈ പുള്ളിക്കാരി കാണാതാകുന്ന സമയത്തല്ലേ? കാണാതാകുന്ന സമയത്ത്. അല്ലെങ്കിൽ ഇവിടെ വന്ന ആ സമയത്തൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഒരു 2011 ആയപ്പോഴത്തേക്കും ആണ് ഞങ്ങളുടെ കയ്യിലൊക്കെ ഫോൺ വരുന്നത്. അപ്പം അവളില്ലല്ലോ, എവിടെയാണെന്ന് പോലും അറിയാൻ മേലത്ത്. ഇപ്പൊ സെബാസ്റ്റ്യന്റെ വീട്ടിൽ കണ്ടതായിട്ടൊക്കെ വാർത്ത വരുന്നുണ്ട്. കണ്ടോ? അമ്മയ്ക്ക് വലിയ കാര്യമായിരുന്നു അവളെ. അമ്മ എപ്പോഴും എൻ്റെ അമ്മ മരിക്കുന്നവരെ അവളെ വലിയ ഇഷ്ടമായിരുന്നു. ആങ്ങളുടെ ആ മകളോട് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്ന അമ്മയ്ക്കായിരുന്നു. അവൾക്കും അങ്ങനെയായിരുന്നു. അങ്ങനെ അതൊക്കെ പോയി. പിന്നെ അമ്മയ്ക്ക് മേലാതെ ഓർമ്മയൊക്കെ പോയി. ഈ കാണാനൊക്കെ എങ്ങനെയാ? നല്ല കാണാനൊക്കെ നല്ല ചുരുണ്ട മുടി, ഇങ്ങനെ കുതിര പോലെ നടന്നു പോകുന്നൊക്കെയാ പറഞ്ഞത്. അങ്ങനെ എല്ലാവരും പറയുന്നത്. നടക്കും നല്ല സ്പീഡിൽ. അമ്മാവനും ഭയങ്കര സ്പീഡിൽ നടക്കുള്ളൂ. അമ്മാവനും ഒരു നല്ല സ്പീഡായിട്ട് നടക്കുകയുള്ളൂ. നടന്നപ്പോൾ എത്തുകയില്ല. ഇപ്പോഴും ചങ്ങനാശ്ശേരി മറീന ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരുന്ന കാലത്ത്, അന്ന് അവിടെ ചങ്ങനാശ്ശേരി ജോലിയുള്ളപ്പോഴേ അന്ന് റേഞ്ചിലൊക്കെ നടക്കുന്ന കാലം. ഞാനൊരു ദിവസം പോയി 2-3 ദിവസം താമസിച്ചായിരുന്നു. അന്നേരം ഈ പള്ളാത്തുരുത്തി, നെടുമുടി, കിടങ്ങറ 3 കടത്തുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കിടങ്ങറ വരും. കിടങ്ങറയിൽ നിന്ന് നെടുമുടി ഇറങ്ങി 3 സ്ഥലത്തും KSRTC വണ്ടിയുണ്ട്. അത് അമ്മാവനെ പെട്ടെന്ന് നടക്കണതും തിക്കി വണ്ടി കയറണമെന്നൊക്കെ ആ ഒരു ഇതാണ് അവർക്ക്. ഇപ്പോൾ ഈ സ്ഥലക്കച്ചവടത്തിൽ ബിന്ദുവിൻ്റെ പേരിൽ വേറൊരാളെ കാണിച്ചു, വേറൊരു സ്ത്രീയെ ബിന്ദുവിൻ്റെ പേരിലാക്കി കുഴച്ച് കച്ചവടം നടത്തിയെന്നൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ പേപ്പറിലാണ് ഞങ്ങൾ കണ്ടത് ആ ഒരു കുറുപ്പംകുളങ്ങരയുള്ള ഒരു സ്ത്രീ. അതെ. പിന്നെ ഈ ഇവളുടെ രൂപസാദൃശ്യമുള്ള പലരെയും കൊണ്ടുവന്ന് കാണുമെന്ന് തോന്നുന്നു. അങ്ങനെ ആയിരിക്കണം. ഈ എടപ്പള്ളിയിലുള്ള ആർക്കും അറിയാൻ മേല വസ്തു. ഈ കണ്ണൻ അറിയാമെന്ന് എനിക്കറിയാൻ മേല കേട്ടോ. കണ്ണനിപ്പോൾ ഒന്നും അറിയത്തില്ലാത്തൊരവസ്ഥയായി മാറി അല്ലേ? ഇപ്പോൾ ലേലം ഈ അബ്കാരി ബിസിനസ്. അല്ല, നീ അമ്മാവന് ഇവിടെയൊക്കെ ഉള്ളത് ഞങ്ങൾക്കൊന്നും അറിയാൻ പറ്റും. ഇവിടെയൊക്കെ ഉള്ള ഈ മേടിച്ചത് ആ വഴി, പിന്നെ പിന്നെ പാടത്ത് മേടിച്ചത്, അത്രയേ ഉള്ളൂ മേടിച്ചത്. ബാക്കി പടിഞ്ഞാറുകളെ കണ്ടൊക്കെ കൊടുക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ ഇവിടെ അമ്മമ്മയ്ക്ക് ഇച്ചിരി വീതം കിട്ടിയത് അതും കൊടുക്കുകയായിരുന്നു ചെയ്തത്. അത് ഈ എൻ്റെ അമ്മയുടെ ചേച്ചി മേടിച്ചത്. ഈ സെബാസ്റ്റ്യൻ ഒന്നുമല്ലാത്ത സെബാസ്റ്റ്യൻ എടുപിടിയുന്ന കാശുകാരനായി. എടുന്ന് കാശുകാരനായി. അതൊന്ന് കാശിറക്കാൻ പല പണി നോക്കിയിട്ടും പ്രവീൺ ശ്രമിച്ചിട്ടും അങ്ങനെയാണ് വീണ്ടും അവൻ ഇറ്റലിക്ക് പോയത്. ഈ അച്ഛൻ മരിക്കുമ്പോഴും അമ്മ മരിക്കുമ്പോഴും ഒന്നും അവന് വരാൻ പറ്റില്ല. അമ്മയുടെ അച്ഛൻ്റെ ഒന്നും ഒരു അവസാന നാളുകൾ കാണാനും പറ്റിയില്ല. അത് നിങ്ങൾ ഈ ഇതുപോലുള്ള ചാനലുകാരൊക്കെ വന്ന് ഇതൊക്കെ കൊടുത്ത് എല്ലായിടത്തും ഒക്കെ അന്വേഷിച്ച് തുമ്പും ഉരുമ്പുമില്ലാതെ എല്ലാം തെളിയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങളെപ്പോലുള്ള ആളുകൾ തെളിയിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ അന്ന് പല ചാനലുകാർക്കും ഞങ്ങൾക്ക് അതേ നടക്കുകയുള്ളൂ. ഞങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്ത ഒരു ഇതായിപ്പോയില്ലേ. അന്ന് എത്ര വയസ്സാണ് ബിന്ദുവിന്? 71 ജനിക്കണതുള്ളൂ. 71 72. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു വായന നടന്നായിരുന്നു നമ്മുടെ കുടുംബത്ത്. അന്നേരമൊക്കെ ഇവള് കൊച്ച. അത്രേ എനിക്ക് ഞാൻ അത് ഓർക്കണുണ്ട്. സപ്താഹ വായന. പിന്നെ അത് കൊച്ചാണ് അവളാണ്, 1 വയസ്സാണ്ടേ ഉള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.